ഇതിനിടയിൽ തിരുവമ്പാടി സീറ്റിനായി പട്ടാമ്പിക്ക് പകരം തവനൂർ വിട്ടുകൊടുക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ എതിർപ്പുമായി ഒരു വിഭാഗം. തവനൂർ മുസ്ലിം ലീഗിന് നൽകുന്നതോടെ ജില്ലയിലെ കോൺഗ്രസ് സീറ്റുകൾ 3 കുറയും. സീറ്റ് വെച്ചുമാറ്റ പ്രഖ്യാപനം വന്നാൽ പരസ്യ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. CB അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, നേരത്തെ ഇത്തരം നീക്കങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് ഉപേക്ഷിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ വീണ്ടും സജീവമായി ഈ സീറ്റ് വെച്ചുമാറ്റം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. ഈ കോൺഗ്രസ് ഇപ്പോൾ ഇതിനായി കടുംപിടുത്തം പിടിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? ആർക്ക് സീറ്റ് ഉറപ്പിക്കാനാണ്? ഒപ്പം ഇത്തരം മാറ്റങ്ങൾക്കെതിരെ ഒരു പരസ്യ പ്രതിഷേധം പ്രതീക്ഷിക്കണോ? രഞ്ജിത്ത്, മലപ്പുറം DCC പ്രസിഡന്റായ VS ജോയിയെ തിരുവമ്പാടിയിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസിന്റെ നേതൃത്വം ഇത്തരത്തിലൊരു തീരുമാനത്തിന് തയ്യാറായത്. ലീഗുമായിട്ട് അത്തരത്തിലൊരു ആലോചന ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. തിരുവമ്പാടി സീറ്റ് വിട്ടുകൊടുക്കാൻ ആദ്യം പട്ടാമ്പിയായിരുന്നു ലീഗ് ആവശ്യപ്പെട്ടത്. അത് പക്ഷേ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വവും ജില്ലാ നേതൃത്വവും അനുവദിക്കാത്തതിനാൽ സാധ്യമായില്ല. തുടർന്നാണ് അവസാനവട്ട ശ്രമം എന്ന നിലയിൽ തവനൂർ വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുന്നത്. ഇത് വളരെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഉയർത്തുന്ന തർക്കമല്ല. കാരണം ആകെ 4 സീറ്റ് മാത്രമേ നിലവിൽ മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനുള്ളൂ. അതിലൊന്ന് വിട്ടുകൊടുക്കുമ്പോൾ മലപ്പുറത്ത് കോൺഗ്രസിന്റെ സീറ്റുകൾ 3 കുറയുന്ന ഒരു സാഹചര്യം. 13 സീറ്റിൽ മുസ്ലിം ലീഗും 3 സീറ്റിൽ കോൺഗ്രസും എന്ന അവസ്ഥയിലേക്ക് എത്തും. അത് വലിയ തോതിൽ തന്നെ കോൺഗ്രസിന്റെ പ്രാതിനിധ്യത്തെ, ജില്ലയിലെ പ്രാതിനിധ്യത്തെ ബാധിക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആശങ്ക. രണ്ടാമതായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് വരുമ്പോൾ നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അവിടേക്ക് ഒരു ജില്ലയിൽ ഇത് ഒരു ഹിന്ദു ജനറൽ വിഭാഗം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും. തവനൂരിൽ അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി വന്നില്ലെങ്കിൽ ഹിന്ദു ജനറൽ വിഭാഗത്തിലെ ഒരു സ്ഥാനാർത്ഥി UDFന് ജില്ലയിൽ ഉണ്ടാകില്ല. അത് വലിയ തോതിൽ തന്നെ ഈ സാമുദായിക സമവാക്യങ്ങളെ ബാധിക്കുന്നതാകും. മലപ്പുറത്ത് അത് UDFന് കോട്ടം തട്ടിക്കില്ലെങ്കിലും ഇത് ഒരു വലിയ പ്രചാരത്തിന് അവസരം കൊടുക്കാനുള്ള സാഹചര്യം തീർക്കുമെന്നാണ് വലിയ ഒരു വിഭാഗം, കോൺഗ്രസിൽ തന്നെ ഉള്ള വലിയൊരു വിഭാഗം ആശങ്കപ്പെടുന്നത്. നേരത്തെ വെള്ളാപ്പള്ളിയൊക്കെ പറഞ്ഞു വെച്ച ആ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യം ഇവിടെ മാറാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. മുസ്ലിം ലീഗ് ഇവിടേക്ക് CP ബാവ ഹജി തുടങ്ങിയ അവിടുത്തെ മുതിർന്ന നേതാക്കളുടെ പേര് പരിഗണിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ ഒരുപക്ഷെ യുവ നേതാക്കളാണ്. KT ജലീലാണ് മത്സരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു യുവ നേതാവിനെ മുൻനിർത്തിയ മണ്ഡലം പിടിച്ചെടുക്കാനായിരിക്കും ലീഗ് ആലോചിക്കുക. മാത്രമല്ല, ജലീലിനെ നേരിട്ട് നേർക്കുനേർ ഒരു മത്സരത്തിൽ തോൽപ്പിക്കാൻ കഴിയുന്നത് ലീഗിനെ സംബന്ധിച്ച് വലിയ അഭിമാനത്തിന്റെ കാര്യമാണ്. കാരണം ജലീലുമായിട്ടുള്ള ലീഗിന്റെ ആ പോരാട്ടമൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ജലീലിനെ തോൽപ്പിക്കാൻ ഏറ്റവും ഉചിതമായ അല്ലെങ്കിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഏറ്റവും കാര്യപ്രാപ്തിയുള്ള ഒരു നേതാവിനെ ആയിരിക്കും ഒരു പക്ഷേ ലീഗ് ഇവിടേക്ക് നിയോഗിക്കുക. എന്ന് തന്നെയാണെങ്കിലും തവനൂരിലെ സംബന്ധിച്ച്, മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് UDFയുടെ ഒരു ആശങ്ക ഉണ്ടാകുമെങ്കിൽ പോലും ഈ ഒരു